ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ കുറഞ്ഞു വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽ പാഴ്സി സമുദായത്തിന് പിന്നാലെ വംശനാശ ഭീഷണി നേരിടുന്നത് ഇന്ത്യൻ സിറിയൻ ഓർത്തഡോക്സ് വിഭാഗമാണെന്ന് ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നുവെന്ന ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ജനന നിരക്കിലെ കുറവും ആഭ്യന്തര ഭിന്നതകളും നേതൃത്വപരമായ വീഴ്ചകളുമാണ് ഈ ചരിത്രപരമായ ക്രൈസ്തവ സമുദായത്തിന് ഭീഷണിയായി മാറിയതെന്നാണ് പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ. വേഗത്തിൽ കുറയുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിലെ ജനസംഖ്യാപരമായ ട്രെൻഡുകൾ വിശകലനം ചെയ്യുമ്പോൾ 3 വിഭാഗങ്ങളാണ് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നത്. സിറിയൻ ഓർത്തഡോക്സ്, അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ്, യാക്കോബായ് വിഭാഗങ്ങൾ ഉൾപ്പെടെ അടുത്ത 30 വർഷം വരെ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ ക്രമേണ വംശനാശത്തിലേക്ക് പോകുമെന്നും പഠനം പ്രവചിക്കുന്നു. അടുത്ത 75 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ന്യൂനപക്ഷ വിഭാഗമായി ഇവർ മാറിയേക്കാം. സീറോ മലബാർ അടുത്ത 50-ലധികം വർഷത്തേക്ക് നിലനിൽക്കാൻ സാധ്യതയുണ്ടെങ്കിലും ജനന നിരക്കിലെ കുറവും മറ്റ് സാമ്പത്തിക ഘടകങ്ങളും കാരണം ഈ വിഭാഗവും കാലക്രമേണ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. റോമൻ കാത്തലിക്, ലത്തീൻ കാത്തലിക്, വിശാലമായ സ്ഥാപന ശൃംഖലകളും സിറിയൻ സമുദായങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ജനന നിരക്കുമുള്ളതിനാൽ ഈ വിഭാഗങ്ങൾ അടുത്ത 70-ലധികം വർഷത്തേക്ക് നിലനിൽക്കുമെന്നാണ് അനുമാനം. ഓർത്തഡോക്സ്, യാക്കോബായ് വിഭാഗങ്ങൾ അതിവേഗം ക്ഷയിക്കുന്നതിന് പിന്നിൽ 5 പ്രധാന കാരണങ്ങളാണ് പറയുന്നത്. മികച്ച നേതൃത്വത്തിന്റെയും ഏകോപനത്തിന്റെയും അഭാവമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ആഭ്യന്തരമായി പല വിഷയങ്ങളിലും ഭിന്നിച്ച നിലയിലാണ് സമുദായം. SNDP, ദളിത് മഹാസഭ എന്നിവയെ പോലെ സമുദായത്തിന്റെ ക്ഷേമത്തിനായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു നേതൃത്വമോ ഏകോപനമോ ഇല്ല. സമുദായത്തിന്റെ കൃത്യമായ ജനസംഖ്യാ കണക്കെടുപ്പോ ഭാവി പരിപാടികളോ ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഓർത്തഡോക്സ്, യാക്കോബായ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം, വർഷങ്ങളായി തുടരുന്ന കോടതി വ്യവഹാരങ്ങൾ സമുദായത്തിൽ ലജ്ജാവഹമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇത് വിശ്വാസികളെ മറ്റ് ക്രൈസ്തവ സഭകളിലേക്ക് മാറാനും ഒരു നഷ്ടപ്പെട്ട ആടുകളെ പോലെ സഭയിൽ നിന്ന് അകന്നു നിൽക്കാനും കാരണമായി. ഈ തർക്കം സമുദായത്തിന്റെ കെട്ടുറപ്പിനെ തകർത്തു. കുറഞ്ഞ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം സമുദായത്തിന്റെ ക്ഷേമത്തിനായി രാഷ്ട്രീയ വ്യവസ്ഥയുമായി മികച്ച ചർച്ചകൾ നടത്തുന്നതിൽ സിറിയൻ സഭാ നേതൃത്വം പരാജയപ്പെട്ടു. മുസ്ലിം സമുദായത്തിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതുപോലെ തങ്ങളുടെ സമുദായത്തിന് വേണ്ടി കാര്യക്ഷമമായി ഇടപെടാൻ കഴിയാത്തത് കഴിവുള്ള യുവതലമുറയെ സമുദായത്തിൽ നിന്ന് അകറ്റി. ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളുടെ അഭാവമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. സഭയ്ക്ക് ഭാവി കാര്യങ്ങളിൽ ദീർഘവീക്ഷണമില്ല. ഹ്രസ്വകാല, ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഫലപ്രദമായ സാമൂഹിക കൂട്ടായ്മയില്ലാത്തത് സമൂഹത്തിൽ അതിവേഗം ക്ഷയിക്കുന്ന ഒരു വിഭാഗമായി മാറ്റാൻ സാധ്യതയുണ്ട്. പൂർവികരെ അപേക്ഷിച്ച് നിലവിലെ നേതൃത്വം സഭയുടെ കൈവശമുള്ള വിഭവങ്ങൾ സമുദായത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണം. പഠനമനുസരിച്ച് സിറിയൻ ഓർത്തഡോക്സ് സമുദായ നേതാക്കൾ തങ്ങളുടെ സമുദായത്തിന്റെ മൂല്യങ്ങളെയും വളർച്ചയെയും ബലികഴിച്ചുകൊണ്ട് കേവലം മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്ന നേതാക്കന്മാരായി മാറിയിരിക്കുന്നു. ഈ പഠനത്തിലെ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ സിറിയൻ ഓർത്തഡോക്സ് സമുദായത്തിന്റെ ഭാവി നിലനിൽപ്പിനെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ നടത്തണം. ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടായെങ്കിലേ സഭയ്ക്ക് പറ്റുകയുള്ളൂ. ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കണ്ടെത്തലുകളാണ്.